വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലാണ് അവൾ ജനിച്ചത്. സെറിബ്രൽ പൾസി എന്ന അവസ്ഥയുമായാണ് അവൾ ജനിച്ചു വീണത്. അവൾ ജനിച്ചപ്പോൾ അയൽക്കാരെല്ലാം അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞത് അവളെ പുഴയിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞേക്കൂ എന്നാണ്. എന്നാൽ കുലി കോഹ്ലി ജീവിക്കുക തന്നെ ചെയ്തു. അവൾ വളർന്നു. അവൾ ഒരു എഴുത്തുകാരിയായി. അതിലൂടെ അവൾ തന്റെ വേദനകൾ മറന്നു കളഞ്ഞു. അവളുടെ ജീവിതം ആർക്കും പ്രചോദനമാണ്. 1970 ഉത്തർപ്രദേശിലെ ഒരു വിദൂര ഗ്രാമത്തിൽ കുലി ജനിക്കുന്നത്. ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ മറ്റു കുട്ടികളെ പോലെയല്ല എന്ന് ചുറ്റുമുള്ളവർക്ക് ബോധ്യമായി. കുലിക്ക് ജന്മം നൽകുമ്പോൾ അവളുടെ അമ്മയ്ക്ക് വെറും 15 വയസ്സായിരുന്നു പ്രായം. ആദ്യത്തെ കുഞ്ഞായിരുന്നു കുലി. അവൾ ഒരു ആണായി പിറക്കാത്തതിൽ തന്നെ ചുറ്റുമുള്ളവരിൽ നിന്നും മുറുമുറുപ്പുയർന്നു തുടങ്ങിയിരുന്നു. മാത്രമല്ല അവൾ മറ്റു കുട്ടികളെ പോലെയല്ല എന്നുകൂടി മനസ്സിലായതോടെ അയൽക്കാരും ബന്ധുക്കളും ചേർന്ന് അവളുടെ അമ്മയെ നിർബന്ധിച്ചു തുടങ്ങി. അവളെ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് കളയൂ. ഇങ്ങനെ ഒരു പെൺകുട്ടി വളർന്നു വന്നാൽ തന്നെയും ആരും അവളെ വിവാഹം കഴിക്കില്ല എന്ന്. എന്തായിരുന്നു കുലിയുടെ പ്രശ്നം എന്ന് മാത്രം ആർക്കും മനസ്സിലായിരുന്നില്ല. ആ സമയത്ത് ആ ഗ്രാമത്തിൽ സെറിബ്രൽ പൾസി എന്താണെന്നൊന്നും ആർക്കും വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ കുലി ചെയ്ത പാപത്തിന്റെ ഫലമാണ് അവൾ അങ്ങനെ ജനിച്ചത് എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. കുറച്ചുപേർ അവളുടെ അമ്മയെ ഉപദേശിക്കുക കൂടി ചെയ്തു, അവളെ വല്ല പുഴയിലും വലിച്ചെറിഞ്ഞേക്കൂ എന്ന്. എന്നാൽ അവളുടെ അച്ഛൻ അവളുടെ രക്ഷയ്ക്കുണ്ടായിരുന്നു. എപ്പോഴും അദ്ദേഹം അവളെ എല്ലാത്തിൽ നിന്നും സംരക്ഷിച്ചു. ഇനിയും ഗ്രാമത്തിൽ തന്നെ തുടർന്നാൽ അത് അവളുടെ ഭാവിക്ക് നല്ലതായിരിക്കില്ല എന്ന് അവർക്ക് തോന്നി. 1970 ഒരു കൂട്ടം ആളുകൾ UK കുടിയേറി. ആ കൂട്ടത്തിൽ കുലിയുടെ അച്ഛനും അമ്മയും ചേർന്നു. വോൾവർ ഹാംപ്ടണിൽ എത്തുമ്പോൾ അവൾക്ക് 2.5 വയസ്സായിരുന്നു പ്രായം. അവിടെ ഒരു ബസ് ഡ്രൈവറായി അവളുടെ അച്ഛൻ ജോലി നോക്കി. എന്നാൽ UK അവളുടെ സമൂഹം അവളെ വെറുതെ വിട്ടില്ല. പലരും പറഞ്ഞത് ഗ്രാമത്തിൽ നിന്നും പറഞ്ഞ അതേ കാര്യമായിരുന്നു. എന്തോ ശാപം കാരണമാണ് അവളിങ്ങനെ ആയത് എന്ന്. ചിലരാവട്ടെ ആ ശാപം നമ്മളിലേക്ക് പകരുമെന്ന് കരുതി അവളിൽ നിന്നും അകന്നു നിൽക്കാനും തുടങ്ങി. കുലി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. പുറത്തെല്ലായിടത്തും അവൾ വൈകല്യമുള്ള ഒരാളായിട്ടാണ് കരുതപ്പെട്ടത്. ഗുരുദ്വാരയിലേക്ക് പോകുന്നത് പോലും അവൾക്ക് അത്രയേറെ അസഹ്യമായിരുന്നു. ചുറ്റുമുള്ളവരെല്ലാം തുറിച്ചു നോക്കും, പെറുപെറുക്കും, കളിയാക്കും. മറ്റു കുട്ടികൾ അവളോട് നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് അവളെ മുറിപ്പെടുത്തി. മുതിരും തോറും അവൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടായി തീർന്നു. അവൾക്ക് പറയാനുള്ളത് അവൾ എഴുതി തുടങ്ങി. പെൻഹാൾ സ്പെഷ്യൽ സ്കൂളിൽ വെച്ചാണ് അവൾ എഴുതാൻ ആദ്യം തുടങ്ങുന്നത്. കവിതയിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നതും അവിടെ നിന്നാണ്. അധ്യാപകർ കുട്ടികൾക്ക് കവിതകൾ വായിച്ചു നൽകും. കുലി ശ്രദ്ധയോടെ അത് കേൾക്കും. പതിയെ പതിയെ തന്റെ ഉള്ളിലുള്ളതെല്ലാം അവൾ എഴുതി തുടങ്ങി. 13ാമത്തെ വയസ്സിൽ അവൾ അവിടെയുള്ള ഒരു മികച്ച സ്കൂളിലേക്ക് മാറി. അവിടെ പുതിയ കൂട്ടുകാരുമായി അവൾ അടുക്കാനായി. അവൾ എഴുത്തു തുടർന്നു. എഴുതുന്തോറും ശരീരത്തിനുള്ള പരിമിതികളെ മറക്കുകയും തന്റെ ശരീരത്തെക്കാൾ മനസ്സിന് ശക്തിയുണ്ടെന്ന് അവൾ സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും വിഷയങ്ങളിൽ പലതിലും അവൾക്ക് മോശം മാർക്കായിരുന്നു. 16ാമത്തെ വയസ്സിൽ അവൾ സ്കൂൾ പഠനം അവസാനിപ്പിച്ചു. യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കാനാവില്ലല്ലോ എന്ന വേദന അവളിലുണ്ടായി. അവളുടെ മാതാപിതാക്കളാണെങ്കിൽ അവൾക്ക് അവിടെ തനിച്ച് മാനേജ് ചെയ്യാനാവുമോ എന്ന് ഭയക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പഠനം കഴിഞ്ഞതോടെ തന്നെ അവളുടെ മാതാപിതാക്കൾ അവൾക്കായി വിവാഹം ആലോചിച്ചു തുടങ്ങി. വിവാഹം ആലോചിച്ചു വരുന്ന വീട്ടുകാരുടെ പ്രതികരണം ഇപ്പോഴും കുലിക്ക് ഓർമ്മയുണ്ട്. അവർ വന്ന് വീടൊക്കെ നോക്കി കാണും. കുലി ലിവിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും. അവളെ കാണുന്ന മാത്രയിൽ ഇതിനെയാണോ ഞങ്ങളുടെ മകൻ വിവാഹം ചെയ്യേണ്ടത്, ഇതിനെ അവൻ വിവാഹം കഴിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നും ചോദിച്ച് ദേഷ്യപ്പെട്ട് കലിതുള്ളി അവരിറങ്ങിപ്പോവും. ജീവിതകാലം അത്രയും അവൾ അത് കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവളെ ആർക്കും വേണ്ടിവരില്ല എന്ന്. ഓരോ വിവാഹാലോചനകളും നിരസിക്കപ്പെടുമ്പോഴും അവൾ ആ വാക്കുകൾ ഓർത്ത് വീണ്ടും വീണ്ടും വേദനിച്ചു. എന്നാൽ അവൾ അവളുടെ എല്ലാ തോന്നലുകളെയും ഒരു കടലാസിലേക്ക് പകർത്തി വെക്കുന്നുണ്ടായിരുന്നുവെന്ന് അവർക്കാർക്കും അപ്പോൾ അറിയില്ലായിരുന്നു. സെറിബ്രൽ പാൾസിയുള്ള ഒരു ഏഷ്യൻ പെൺകുട്ടിയുടെ വേദന എത്രത്തോളമാണ് എന്ന് തനിക്ക് ചുറ്റുമുള്ളവർ തിരിച്ചറിയണമെന്ന് അവൾക്ക് തോന്നലുണ്ടായി. അവൾക്ക് സഹതാപം ആവശ്യമില്ലായിരുന്നു, പക്ഷെ അംഗീകരിക്കപ്പെടണമായിരുന്നു. പിന്നീടാണ് അവൾ അയാളെ കണ്ടുമുട്ടുന്നത്. പിന്നീട് അവളുടെ ഭർത്താവായി തീർന്ന മനുഷ്യനെ. ഇത്തവണ അയാളുടെ വീട്ടുകാരും അയാളുമാണ് കല്യാണം ആലോചിച്ചു വരുന്നതും അവൾക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടുവെന്ന് പറയുന്നതും. എന്നാൽ കുലിക്ക് അതിൽ വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ സമയം കടന്നു പോയപ്പോൾ പരസ്പരം കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ അവൾക്ക് അയാളോട് പ്രണയം തോന്നി. അവർ അടുപ്പത്തിലായി. തന്റെ അവസ്ഥയോ സെറിബ്രൽ പാൾസിയിലോ ശരീരത്തിലോ ഒന്നും ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും തോന്നിയില്ല എന്ന് കുലി പറയുന്നു. ഒരു ജോലി കണ്ടെത്തണമെന്ന് തോന്നിയ കുലി പിന്നീട് ഒരു യൂത്ത് ട്രെയിനിങ് സ്കീമിൽ ചേർന്നു. അതിലൂടെ വോൾവർ ഹാംപ്ടൺ സിറ്റി കൗൺസിൽ അവൾക്ക് ഒരു ജോലിയും കിട്ടി. കഴിഞ്ഞ 30 വർഷമായി അവൾ ആ ജോലി ചെയ്യുന്നുണ്ട്. അവൾ വിവാഹിതയായി, 3 മക്കളും ഉണ്ടായി. ചുറ്റുമുള്ളവരെ കൊണ്ട് തനിക്കും ഇത് കഴിയുമെന്ന് അവൾ പറയിപ്പിക്കുകയായിരുന്നു. എങ്കിലും അടുക്കള പണികളും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനുമെല്ലാം അവൾക്ക് ചെയ്യാനാവാത്ത കുറെ ജോലി ഉണ്ടായിരുന്നു. അത് അവൾ
അവളിൽ സമ്മർദ്ദമുണ്ടാക്കി. അപ്പോഴും അവൾ എഴുതിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സിറ്റി കൗൺസിൽ വെച്ച് വോൾവർഹാംപ്റ്റൺ ലൈബ്രറിയിൽ ലിറ്ററേച്ചർ ഡെവലപ്മെന്റ് ഓഫീസറായ സൈമൺ ഫ്രെച്ചറെ അവൾ കണ്ടു. അവിടെ വെച്ച് അവൾ അദ്ദേഹത്തോട് താൻ എഴുതാറുണ്ട് എന്നും പറഞ്ഞു. താൻ എഴുതിയത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ആ എഴുത്തുകൾ സൈമണിനെ വല്ലാതെ സ്പർശിച്ചു. അതിൽ അവളുടെ വേദനകളും നിരാശകളും ഉണ്ടായിരുന്നു. ജീവനുള്ള എഴുത്തുകളായിരുന്നു അതെല്ലാം. പിന്നീട് അദ്ദേഹം അവളുടെ മെന്റർ തന്നെയായി. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഓഫ് പ്രസിൽ അവളുടെ എഴുത്ത് പബ്ലിഷ് ചെയ്യാനും തീരുമാനിച്ചു. അവൾക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. തന്നെ പോലെയുള്ള അനേകം സ്ത്രീകളുണ്ട് ഈ ലോകത്ത്. അവർക്കായി താൻ എന്തെങ്കിലും ചെയ്യണം. തനിക്ക് പറയാനുള്ളത് അവർ കേൾക്കണം, അവർക്ക് പ്രചോദനമാകണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. UK-യിൽ ജീവിക്കുന്ന തന്നെ പോലുള്ള അനേകം പഞ്ചാബി സ്ത്രീകളുണ്ട്. അവർക്കായി കൂടിയാണ് ഞാൻ എഴുതിയതെന്നും കുലി പറയുന്നു. പാചകവും മറ്റുമൊക്കെയാണ് ഒരു സ്ത്രീക്ക് യോജിച്ചത് എന്ന് കരുതുന്നവരാണ് തന്റെ സമൂഹത്തിലെ സ്ത്രീകൾ എന്ന് കുലിക്കറിയാം. അതിനൊരു മാറ്റം വരുത്താനായി പഞ്ചാബി വുമൻസ് റൈറ്റേഴ്സ് ഗ്രൂപ്പ് തുടങ്ങി കുലി. ലൈബ്രറിയിൽ വെച്ച് എല്ലാ മാസവും അവർ ഒത്തുചേരും. അവിടെ അവർക്ക് തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയും. ഇതിലൂടെ കുലിക്ക് ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിച്ചു. അപ്പോഴാണ് സ്റ്റേജിൽ കയറി ഒരു കവിത ചൊല്ലുക, എന്തെങ്കിലും പറയുക എന്നത് അവളുടെ കയ്യെത്താ ദൂരത്തായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അവൾ തളരും. എന്നാൽ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2017 അങ്ങനെ ഒരു ലൈവ് പെർഫോമൻസ് നടത്തി. സ്വന്തം കവിതയാണ് വായിച്ചത്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്നതായിരുന്നു കവിതയുടെ പേര്. 40 പേരടങ്ങുന്ന സദസ്സിന് മുന്നിൽ 15 മിനിറ്റ് അവൾ കവിത അവതരിപ്പിച്ചു. സദസ്സ് കൈയടിച്ച് അവളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് കുലിയും പഞ്ചാബി റൈറ്റേഴ്സ് ഗ്രൂപ്പും ചേർന്ന് അയൺ ബ്രിഡ്ജിൽ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ഇമാജിനേഷൻ ലൈവ് പെർഫോമൻസ് നടത്തി. ഇപ്പോൾ 49 വയസ്സ് കഴിഞ്ഞു കുലിക്ക്. ഒരിക്കൽ പുഴയിലെറിഞ്ഞ് കളയണമെന്ന് ആക്രോശിച്ച സമൂഹത്തിനിടയിലാണ് അവൾ വളർന്ന് ഇവിടെ വരെ എത്തിയത്. അവൾക്ക് പറയാനുള്ളതും അതാണ്. ഭിന്നശേഷിക്കാരെ ആളുകൾ അവഗണിക്കുകയാണ്. അവരെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന്. ആ ചിന്താഗതി മാറണമെന്ന്. കുലിയുടെ ജീവിതം ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.